നന്മയായി വായിക്കവൻ തൃപ്തിയെ തന്നോ. നന്മയായി വായിക്കവൻ തൃപ്തിയെ തന്നോ. നവ്യമാക്കും നിൻ യൗവനമെന്ന്. നവ്യമാക്കും നിൻ യൗവനമെന്ന്. വാഴ്ത്തുക നീ മനമേയൻ പരനെ. വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേയൻ പരനെ. വാഴ്ത്തുക നീ മനമേ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയിൽ ചിന്തിച്ച് നിർത്തിയ ആ തിരുവചന ഭാഗത്തേക്ക് നമുക്ക് ഓടി വരാം. റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 8-9 വാക്യം. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ദൈവാത്മാവിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അല്പമായി ചിന്തിച്ച് നിർത്തുവാൻ ഇടയായി. ആത്മാവിന് പ്രത്യേകത എന്താണ്? ഓടി ഒളിക്കുന്ന ഒരാത്മാവല്ല, പിന്നെയോ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി അണയുന്ന ഒരാത്മാവാണ്. സ്തോത്രം. ഈ ആത്മാവിനെ ലോകത്തിന് പ്രാപിപ്പാൻ കഴിയില്ല. സ്തോത്രം. ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ആത്മാവിനെ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഈ ആത്മാവിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങളുമായി ഇന്ന് പകലിൽ വീണ്ടും പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചേ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ആത്മാവെന്ന ആദ്യദാനം, ആത്മാവിന്റെ വീണ്ടെടുപ്പ് പൂർത്തിയായി. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്തായിട്ടില്ല? പൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മിലുള്ള ആത്മാവും ദൈവാത്മാവും നിരന്തരം സംസർഗം പുലർത്തുന്നവരാണ്. സ്തോത്രം. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ സമൂലമായ മാറ്റം ഒരു ദൈവ പൈതലിൽ സ്വഭാവത്തിലുണ്ടാകും. എന്തിലുണ്ടാകും? സ്വഭാവത്തിൽ. ആമേൻ. ആ മാറ്റം ഉണ്ടാകുന്നത് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടില്ല. അതിൽ നിന്ന് മധുരം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? പുറപ്പെടുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ ആത്മാവിന്റെ പ്രത്യേകത ഒന്നും കൂടെ ദൈവവചനം പറയുന്നത് വായിക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനം 1:7 ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ഭീരുത്വത്തിന്റെ ആത്മാവല്ല. പിന്നെ എന്താണ്? ശക്തിയുണ്ട് ആത്മാവിന്, സ്നേഹമുണ്ട് ആത്മാവിന്, സുബോധമുണ്ട് ആത്മാവിന്. അങ്ങനെ ഒരു ആത്മാവിനെയാണ് ദൈവം നമ്മിൽ പകർന്നിരിക്കുന്നത്. അപ്പോൾ ആ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കെന്തുണ്ടാകും? ആത്മാവും തമ്മിൽ യോജിക്കുന്നത് കൊണ്ട് നമ്മൾ അറിയാത്ത നിലവാരത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ ശക്തരായി മാറും. മുഷ്ക് കാണിക്കാനല്ല, ദൈവിക ബന്ധത്തിൽ ലോകത്തോട് എതിർത്തു നിൽപ്പാൻ,
ലോക വ്യവസ്ഥയിൽ നിന്ന് അകന്നു ജീവിപ്പാൻ ഈ ആത്മാവ് നമ്മെ എന്ത് ചെയ്യും? നിരന്തരം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു തെറ്റ് കാണുമ്പോൾ മോനെ മോളെ നീ ചെയ്തത് തെറ്റാണെന്ന് ആത്മാവ് പറയും. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ആത്മാവ് ഒരിക്കൽ ഒന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ വേറൊന്ന് പറയുന്നതല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ആത്മാവ് അങ്ങനെയാണ്. കാരണം എന്നോട് ഞാൻ പറഞ്ഞതായ ഒരു വാക്ക് പാലിക്കാതെ ഞാൻ മുൻപോട്ട് പോകുന്ന സന്ദർഭം, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് എന്നോട് ചോദിച്ചു, നീ പറഞ്ഞ വാക്ക് പാലിച്ചോ? നീ പറഞ്ഞ വാക്ക് പാലിച്ചോ? കള്ളം പറയുന്ന ഒരു ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കള്ളം പറയുമ്പോൾ അതിന് കൂട്ടു നിൽക്കുന്ന ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ എങ്ങനത്തെ ആത്മാവാണ്? ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ആത്മാവ് പുത്രന്റെ ആത്മാവാണ്. ഈ ആത്മാവിന് ഭീരുത്വമില്ല, ധൈര്യമുള്ള ആത്മാവാണ്. ഈ ആത്മാവിന് എന്തില്ല? മത്സരമില്ല. ഈ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. ഈ ആത്മാവിന് പിതാവിനോട് കൂട്ടായ്മയുള്ള, നിരന്തര ബന്ധമുള്ള ഒരാത്മാവാണ്. ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വമാർ ഓടി ഒളിച്ചതുപോലെ ഓടി ഒളിക്കുന്ന ആത്മാവല്ലെന്ന. സൃഷ്ടിയുടെ ആരംഭത്തിൽ എങ്ങനെയായിരുന്നുവോ ദൈവമായുള്ള ബന്ധത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി വരുന്നത് പോലെ ഓടി അണയുന്ന ഒരാത്മാവിനെയാണ് നമ്മിൽ പകർന്നിരിക്കുന്നത്. ഒന്നും കൂടെ വ്യക്തമാക്കാം. ദൈവശബ്ദം കേട്ടപ്പോൾ പാപത്തിൽ വീണതായ ആദമവമാർ ഓടി ഒളിച്ചു. സ്തോത്രം. പാപിയായ മനുഷ്യൻ ഈ വചനം കേൾക്കുമ്പോൾ ഇത് ഇച്ഛിക്കുകയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? മാറിപ്പോകുന്നു. യഥാർത്ഥ ആത്മാവിനെ പ്രാപിച്ചവൻ ഈ ആത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് അടുത്തു വരികയാ. അങ്ങനെ ഒരു ബന്ധത്തിന് ഉടമയായി മാറുകയാ. അതുകൊണ്ടാണ് വചനം പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിൽ അതിനെ ചിന്തിപ്പാനിടയായല്ലോ. സ്തോത്ര. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരാത്മാവ്, അങ്ങനെ ഒരാത്മാവിനെയാണ് നമ്മിൽ പകർന്നത്. എന്നാൽ ആ പകർന്ന ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. സ്തോത്ര. ഹല്ലേലൂയ. ഈ ദൈവാത്മാവുള്ള ഒരു വ്യക്തിയും ദൈവാത്മാവ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഈ ദൈവവചനത്തിൽ വളരെ കൃത്യമായി പറയുന്നത് കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചേ, 8-ാം അധ്യായത്തിൽ തന്നെ 5 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. അപ്പോൾ ആത്മാവിൽ വ്യത്യസ്തതയുണ്ടായാൽ ചിന്തകൾക്ക് മാറ്റം വരും. വ്യക്തമാകുന്നുണ്ടോ? ആത്മാവിന് വ്യത്യാസമുണ്ടായാൽ ചിന്തകൾ എന്ത് ചെയ്യും? മാറും. ഒന്ന് ആത്മീകമായ ചിന്ത, മറ്റൊന്ന് ജഡീകമായ ചിന്ത. ഇതിന് ഏതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്, അതിന് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ തന്നെ അതിന് താഴെ വായിച്ചേ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പൊ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. അതിന് ഉദാഹരണമായി മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പെട്ടെന്ന് നമുക്കൊന്ന് ഓടി വരാം. അതിൻ്റെ
16-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അവിടെ കാണാം. നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്നാണ് പറയുന്നത്? ജനം പറയുന്നത് പല നിലകളിലാണ്. നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? ആ ചോദ്യത്തിന്റെ മുൻപിൽ ശീമോൻ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതിന് മറുപടി കർത്താവ് പറയുന്നുണ്ട്, പത്രോസേ, നീ ഭാഗ്യവാനാണ്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഒരു ദൈവിക ചിന്തയ്ക്ക് ഉടമയായ പത്രോസിനെ ഇവിടെ കാണാം. നമ്മുടെ ചിന്താവിഷയം ആത്മാവിന്റെ ചിന്തയും ജഡത്തിന്റെ ചിന്തയുമാണ്, അത് മറക്കരുത്. സ്തോത്രം. അതേ അധ്യായത്തിൽ 16-23 വായിച്ചേ. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടെ. അപ്പോൾ അല്പസമയം മുൻപ് ദൈവിക ചിന്ത പറഞ്ഞതായ അതരം അല്പം കഴിഞ്ഞപ്പോൾ ആ ചിന്തയ്ക്ക് മാറ്റം വന്നു. ചിന്ത മാറിയിട്ട് പറയുന്ന വാക്കുകൾ കർത്താവിനോട് പറയുന്നു, നിനക്ക് അങ്ങനെ ഭവിക്കരുത്, അവൻ നന്മയായിട്ടാണ് അത് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെയാണ് മനുഷ്യൻ കെണിക്കകത്തുപെടുന്നത്. പ്രത്യക്ഷത്തിൽ അത് നന്മയാണെന്ന് തോന്നും, എന്നാൽ അതൊരു കെണിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവുണ്ടെങ്കിലേ കഴിയൂ. ആമേൻ. ഇവിടെ നമ്മൾ ഈ തിരുവചന ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പുത്രനിൽ പകർന്നിരുന്ന അതേ ആത്മാവിനെ തന്നെയാണ് നമ്മിൽ പകർന്നിരിക്കുന്നത്. സ്തോത്രം. പുത്രനിൽ പകർന്നിട്ടുള്ള അതേ ആത്മാവിനെയാണ് നമ്മിൽ പകർന്നിരിക്കുന്നത്. അപ്പോൾ പുത്രനിൽ പകർന്നിരിക്കുന്ന ആത്മാവ് മാനുഷിക ചിന്തകൾ പറഞ്ഞപ്പോൾ അനുകൂലിക്കുകയല്ല ചെയ്തത്, എതിരായി നിന്നു. ആമേൻ. എന്നിട്ട് പറയുകയാണ്, സാത്താനേ, നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാണ് കരുതുന്നത്. സ്തോത്രം. ഈ ചിന്തകൾ പലപ്പോഴും മനുഷ്യനെ സ്വാധീനിച്ച് പല നിലകളിൽ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾ ഈ മാനുഷിക ചിന്തകൾക്ക് വഴങ്ങി അപകടത്തിൽ ചെന്ന് ചാടുന്ന അനുഭവങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവമക്കളാകുന്ന നിങ്ങളോട് ദൈവാത്മാവിൽ എളിയവന് പറയുവാനുള്ളത്, ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. സ്തോത്രം. ദൈവാത്മാവ് ഒരിക്കലും ഈ വചനത്തിന് എതിരായൊരു പണി നടത്തില്ല. സ്തോത്രം. അത് ഈ പറയുന്ന ഞാൻ നടത്തിയാലും അത് ദൈവാത്മാവിൻ്റെതല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നു പറഞ്ഞാലും അതെന്ത് ചെയ്യരുത്, നിങ്ങൾ അംഗീകരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ജഡത്തിലുള്ള മനുഷ്യൻ പലപ്പോഴും പല നിലകളിൽ തെറ്റിപ്പോകുവാൻ സാധ്യതകളുണ്ട്. ഏതൊരു വിഷയം കേൾക്കുമ്പോഴും അത് ഏതുമായി ശോധന ചെയ്യണം? ദൈവവചനവുമായി ശോധന ചെയ്യണം, ദൈവവചനവുമായി താരതമ്യപ്പെടുത്തണം. അപകടമാണെങ്കിൽ മടങ്ങി വരണം. ഹല്ലേലൂയ. ആ ബോധ്യത്തോടുകൂടെ ആ കെണിക്കകത്ത് വിടാതെ ഹല്ലേലൂയ അതിൽ നിന്ന് മടങ്ങി വരുക. ഹല്ലേലൂയ. തക്കതായ നിലയിൽ ഒരു സമർപ്പണത്തിന്റെ അനുഭവത്തിനുടമയായി മാറണം എന്ന് ഇന്ന് പകലിൽ ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഇത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യരോട് പറഞ്ഞ വാക്കാണ്. ഇനി 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ
ഒരു വ്യക്തിയെ കാണാം. അഹിതോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. സ്തോത്രം. ആര് പറഞ്ഞത്? അഹിതോഫേൽ. അത് ദാവീദിനോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു വാക്കാണ്. ദാവീദ് ദൈവത്തിന്റെ അരുളപ്പാട് പോലെ അഹിതോഫേലിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ അവൻ ഉൾക്കൊണ്ടിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വചനം അവിടെ എന്ത് ചെയ്യുന്നു? അടിവരയിടുന്നു. സ്തോത്രം. എന്നാൽ അവിടെ ദാവീദിന് എതിരെ അബ്ശാലോം ഒരു കെണി ഒരുക്കിയപ്പോൾ 15-11 വാക്യം ഒന്ന് വായിച്ചേ. അബ്ശാലോമോട് കൂടെ യെരൂശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി 200 പേരുണ്ടായിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയോടുകൂടെ അബ്ശാലോമോന്റെ അടുക്കൽ എത്തിയതായ ഒരു കൂട്ടം ആളുകൾ. എങ്ങനെ? പരമാർത്ഥതയോടുകൂടെ. ഹൃദയത്തിനകത്ത് എന്തില്ല? ഒരു വിധത്തിലുള്ള കാപഠ്യങ്ങളും ഇല്ലായിരുന്നു. പരമാർത്ഥ ഹൃദയത്തോടു കൂടെയാണ് അവർ പോയത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു ചതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് അവൻ ആളുകളെ വിളിച്ചു വരുത്തിയത് എന്ന് ഹല്ലേലൂയ പിന്നെ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദിന് ദൈവം നൽകിയ അധികാരത്തെ അപായപ്പെടുത്തുവാനാണ് മകനാകുന്ന അബ്ശാലോം പദ്ധതിയിട്ടത്. സ്തോത്ര. ഹല്ലേലൂയ. ദാവീദിനെ അഭിഷേകം ചെയ്യിച്ചതാരാ? ദൈവം പറഞ്ഞ് ശൗമേൽ എന്ത് ചെയ്തു? അവനെ അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തു? രാജാവായിട്ട്. അവൻ എവിടെ കിടന്നവനാ? കാട്ടിൽ കിടന്നവനാ. അവനെ നാട്ടിൽ കൊണ്ടുവന്ന് അവന്റെ തലയിൽ അഭിഷേക തൈലമൊഴിച്ച ഒരു ദൈവ സാന്നിധ്യം. ആ അഭിഷേക തൈലത്തെ അല്ലെങ്കിൽ ആ രാജസ്ഥാനത്തെ അപായപ്പെടുത്തുവാൻ ഇപ്പോൾ ആര് പദ്ധതിയിട്ടിരിക്കുകയാ? ഹല്ലേലൂയ. ശത്രുവിന്റെ രൂപേണ സ്വന്തം മകൻ പദ്ധതിയിട്ടിരിക്കുകയാ. ആ പദ്ധതിക്ക് ഉള്ളിൽ ആ ദൈവത്തിന്റെ ആലോചന പറയുന്നത് പോലെ ഒരു വ്യക്തി കൂടെ കൂടി. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദാവീദുമായി വളരെ സ്നേഹത്തിലായിരുന്ന ഒരു വ്യക്തിയാണ് അഹിതോഫേൽ. ഒരു ആലോചന പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ വ്യക്തിയുമായി എതിരുള്ള ഒരു വ്യക്തി പറഞ്ഞു കൊടുക്കില്ലല്ലോ. അത്രയും സ്നേഹബന്ധത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു കെണിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അവനോട് ചേർന്ന് നിന്നു. എന്ത് ചെയ്തു? ചേർന്ന് നിന്നു. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ദൈവാത്മാവ് പറയുന്നത് പോലെ ആലോചന പറയുന്ന അഹിതോഫേൽ ഹല്ലേലൂയ അബ്ശാലോമിന് കൂട്ടുനിന്നു. 16:21 പറയുന്നു, അപ്പന്റെ വെപ്പാട്ടികളുടെ അടുത്തേക്ക് നീ ചെല്ല. ആലോചന പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? അഹിതോഫേൽ. സ്തോത്രം. ഹല്ലേലൂയ. 2 ശമൂവേൽ 17:2 പറയുന്നു, ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. രാജാവിനെ മാത്രം വെട്ടിക്കളയും, വേറെ ആരെയും ഞാൻ ഒന്നും ചെയ്യില്ല. സ്തോത്രം. നോക്കണം, ചില ദിവസങ്ങൾക്ക് മുൻപ് ആരുടെ പക്ഷത്തായിരുന്നു അഹിതോഫേൽ? അവരെ വിളിച്ചപ്പോൾ പോയത് പരമാർത്ഥതയോടെ ആയിരുന്നു. പക്ഷേ ഹൃദയത്തിന്റെ അബ്ശാലോമോന്റെ ഹൃദയത്തിൽ പണി വേറെയായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടും അഹിതോഫേൽ എന്ത് ചെയ്തില്ല? അവിടെ നിന്ന് മാറിയില്ല. സ്തോത്രം. ഇവിടെയാണ് ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ദാവീദ് പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കണം. എന്നാൽ ഒന്ന് വായിച്ച് 15:25-26. രാജാവ് സാദോക്കിനോട്, നീ
ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോകാം. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ എന്നെ മടക്കി വരുത്തും. ഇതും തിരുനിവാസവും കാണുവാൻ എനിക്ക് ഇടയാകും. അല്ല എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നുവെങ്കിൽ, അല്ല എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് ദൈവം പറയുന്നുവെങ്കിൽ ഇതാ ഞാനൊരുക്കം. അവൻ തനിക്ക് ഹിതമാകുമെന്ന് എന്നോട് ചെയ്യും. പന്ത് ആരുടെ കയ്യിൽ കൊടുത്തു? എനിക്കൊരു റോളും ഇല്ല, നിന്റേതാണ് രാജ്യം, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. ആമേൻ. സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഒരു അപേക്ഷയുമാണത്. ഇനി 15:31 വായിച്ചേ. 31. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹിതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ അഹിതോഫേലിന്റെ ആലോചന അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. ഒറ്റ പ്രാർത്ഥന അല്ലെങ്കിൽ ചെറിയൊരു അപേക്ഷ. എപ്പോഴാണ്? വേദനയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ അവനെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ ഹല്ലേലൂയ മുടിക്കണം എന്നല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു ആ കൂട്ടുകെട്ടിനകത്ത് ദൈവത്തിന്റെ ആലോചന പോലെ പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അവന്റെ പേര് അഹിതോഫേൽ എന്നാണ്. ആ ആലോചനയെ ദൈവമേ ആപദമാക്കണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം, ആ ദൈവസന്നിധിയിൽ നീ വിശ്വസ്തയോടുകൂടെ മുൻപോട്ട് പോകുമ്പോൾ നിനക്കെതിരെ ആരെങ്കിലും കെണിയൊരുക്കിയാൽ ആ വ്യക്തിയോട് നീ എതിരിടാൻ പോകണ്ട. നിന്നെ വിളിച്ച ഉടമസ്ഥനോട് പറയേണ്ടതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് കാണുവാൻ കഴിയും. ഈ വേദനയുടെ സമയത്ത് മുതലെടുക്കുന്ന ആളുകളുണ്ട്. അതിലെ 16:11-12 വാക്യം, അവൻ ശപിക്കട്ടെ, അവനോട് ദൈവം കൽപ്പിച്ചിരിക്കുക. ദാവീദ് പറയുന്ന വാക്ക. 12 വാക്യം വായിച്ചേ. യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം സ്തോത്രം. ഇതാണ് ഒരു ഭക്തന്റെ ഹൃദയത്തിനകത്തു നിന്ന് വരുന്ന വാക്കുകൾ. പ്രതികൂലമാണെന്ന് ഓർക്കണം. അവന്റെ അവസ്ഥ തലമൂടി ചെരുപ്പിടാതെ കരഞ്ഞും കൊണ്ട് നടക്കുന്ന ദാവീദ്. സ്തോത്ര. അങ്ങനെ സാഹചര്യത്തിന്റെ മുൻപിലാണ് അവൻ നടക്കുന്നത്. അപ്പോഴാണ് അഹിതോഫേൽ അബ്ശാലോമിന്റെ കൂടെയുണ്ടെന്ന് അവൻ കേൾക്കുന്നത്. ഒരു നിമിഷത്തേക്ക് അവനൊന്ന് ആടി ഉലഞ്ഞു. ഒരു നിമിഷത്തേക്ക് വേദന കൊണ്ട് അവന്റെ ഹൃദയം ഒന്ന് തകർന്നു. ആ തകർച്ചയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അഹിതോഫേലിന്റെ ആലോചന അബദ്ധമാക്കണം. ആ വിഷയം അവൻ വിട്ടു. മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അവന് പ്രതികൂലമായി വീണ്ടും ആളുകൾ അടുക്കുകയാ. സ്തോത്രം. അവനെ ശപിക്കുന്ന ശാപവാക്കുകൾ പറയുന്ന ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവിടെയും ശാന്തമായി ഏൽപ്പിക്കുന്ന. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവനോട്. അവന്റെ പടയാളികൾ, അവന്റെ കൂടെയുള്ള യോദ്ധാക്കൾ, ഈ ചത്ത നായ എന്തിനാണ് നിന്നെ ശപിക്കുന്നേ? ഒന്ന് പറ, അവനെ ഞാൻ വെട്ടിക്കളയാം. അവിടെ ദാവീദ് പറയുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? എൻ്റെ സ്വന്തം മകൻ എനിക്കെതിരാണ്. എൻ്റെ പ്രാണഹാനി വരുത്തുവാൻ അവൻ നോക്കുകയാണ്. അവൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവൻ എന്താ? അവനെ വിട്. എന്നാൽ വിടെന്ന് പറഞ്ഞ് അവിടെ മൗനം പാലിച്ചില്ല. ദൈവത്തോട് ദാവീദ് പറഞ്ഞു, ഇവൻ ശപിക്കുന്ന ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം വേണം. ഈ നിന്നയ്ക്ക് പകരം ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കണം.
നിന്ന വാക്കുകൾ അമ്പ് പോലെ എഴുതി വിടുമ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവമേ ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്, നിന്റെ പ്രവൃത്തി കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിന്റെ കരം കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിന്റെ അളവെട്ട വലിപ്പം കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവന്റെ ഹൃദയത്തിലെ വേദനയെ കേട്ടതായ ഒരു ഉടമസ്ഥൻ അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ ഈ ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് ആത്മാവിന്റെ ചിന്തയും ജഡത്തിന്റെ ചിന്തയുമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അഹിതോഫേലിനോട് ദൈവത്തിന്റെ ആലോചന പോലെ പറഞ്ഞിരുന്നതായ വ്യക്തിത്വം ജഡത്തിന്റെ ചിന്തകൾക്ക് അനുസൃതമായി മുൻപോട്ട് പോകുവാൻ ഒരു സാഹചര്യം അവന്റെ മുൻപിൽ വന്നപ്പോൾ അവൻ ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നുപോയി. ചതിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മടങ്ങി വരുവാൻ അവന് മനസ്സുണ്ടായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ജീവിതത്തിൽ പട്ടുപോകുവാനിടയായി. സ്തോത്രം. ദാവീദിന് എതിരായി നിന്നവനും പട്ടുപോയി, ആലോചന പറഞ്ഞവനും പട്ടുപോയി. സ്തോത്ര, ഹല്ലേലൂയ. ദാവീദിന്റെ ശിരസിൽ അഭിഷേക തൈലം ഒഴിച്ചത് ശൗമേലാണെങ്കിലും അതിന് പുറകിൽ പ്രവർത്തിച്ച കരം ദൈവകരമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമേ, ദൈവത്തിനെതിരായ ഒരു പ്രവൃത്തിയും ചെയ്യരുത് കേട്ടോ. ദൈവത്തിന് എതിരായ ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ ഇടയാകരുത്. ദൈവക്കരം പ്രതികൂലമായി ചലിച്ചാൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയില്ല. സ്തോത്രം. ദൈവാത്മാവിന് കീഴ്പ്പെടുമ്പോൾ വേർപെടേണ്ട ഇടങ്ങളിൽ നിന്ന് വേർപെട്ടേ മതിയാകൂ. ആമേൻ. സ്തോത്രം. ഇനി ഒരു വ്യക്തിയെ കൂടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ചു കാട്ടിയിട്ട് ഈ ചിന്തയിൽ നിന്ന് നമുക്ക് മാറാം. ആമേൻ. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പെട്ടകത്തിന്റെ മുൻപിൽ വസ്ത്രം കീറി വീണ് കിടന്ന് കരയുകയാണ്. ശ്രദ്ധിക്കണം, ദൈവശബ്ദം കേട്ടവനാണ്. എങ്ങനെ ദൈവശബ്ദം കേട്ടു? അതും കൂടെ മനസ്സിലാക്കണ്ടേ. 5-ാം അധ്യായത്തിലേക്ക് വരണം. 5-14-15 വാക്യം. നീ ഞങ്ങളുടെ പക്ഷക്കാരനെ ശത്രുപക്ഷക്കാരനെ എന്ന് ചോദിച്ചു. അതിനവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് നമ്മുടെ കർത്താവായ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവാണ്. എവിടെയെല്ലാം പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ടോ പഴയ നിയമത്തിൽ, അതെല്ലാം ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. സ്തോത്രം. എന്നാൽ യഹോവ എന്ന നാമത്തിലാണ് അവിടെ വെളിപ്പെട്ടത്. പലയിടങ്ങളിൽ ദൂതൻ എന്നുള്ള പേരിലും എന്ത് ചെയ്തിട്ടുണ്ട്? വെളിപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ജഡത്തിൽ അവതരിച്ചതായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. സ്തോത്രം. ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു. കരത്തിൽ എന്തുണ്ട്? വാളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു യെരികോ പട്ടണം പിടിപ്പാൻ ഇവർ തുനിഞ്ഞ് നിൽക്കുകയാണ്. ആ യെരികോ പട്ടണത്തിന്റെ മതിലിന്റെ വീതി നമ്മൾ ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഈ വീട് പോലെ ഒരു 3 വീട് വെക്കാനുള്ള വീതിയുണ്ട്. 3 വീട് വെക്കാനുള്ള വീതിയുണ്ട്. ആ മതില് എന്ത് ചെയ്യണം? ഇടിച്ചിട്ട് വേണം ഇവർക്കകത്ത് കിടക്കാൻ. എങ്ങനെ കഴിയും? ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് പറ്റുമോ? ഇനി എത്ര ബുൾഡോസർ വെച്ചാലാ ഇത് ഇടിക്കാൻ പറ്റുക? സ്തോത്രം.
അവിടെയാണ് സൈന്യത്തിന്റെ അധിപതി പറഞ്ഞതായ വാക്കുകൾ 6-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. യോശുവ ജനത്തോട് ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്നൊരു വാക്ക് പുറപ്പെടുകയും അരുത്, അതിനുശേഷം ആർപ്പിടാം. സാഹചര്യത്തെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ രണ്ട് കാര്യം പറയുന്നവരാണ്. തമ്പുരാൻ പറഞ്ഞു മിണ്ടിപ്പോകരുത്. ഞാൻ പറഞ്ഞതല്ല, ആ തിരുവചന ഭാഗം 6:10. ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒച്ച കേൾപ്പിക്കരുത്. എന്നിട്ട് പറയണം വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടുകയും അരുത്. എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ദൈവം യോശുവയോട് ചില കാര്യങ്ങൾ പറയുന്നേ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദരവാണ് ഏറ്റവും പ്രശ്നം. ഏറ്റവും പ്രശ്നക്കാര് ഈ വെള്ളത്തിൽ കിടക്കുന്ന സാധനമാണ്. അതെപ്പോ വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഒച്ച കേൾപ്പിക്കരുത്. നടക്കുന്ന സമയത്ത് എങ്ങനെ അവർ നടന്നതെന്ന് എനിക്കറിയില്ല. ഒച്ച പോലും കേൾക്കാതെ നടക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. അവരോടൊന്ന് ചോദിക്കേണ്ടി വരും. പക്ഷെ ഒച്ച കേൾപ്പിക്കരുതെന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയെങ്കിൽ അവർ ഒച്ച കേൾപ്പിച്ച് കാണാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇതിനെക്കുറിച്ച് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയരുത്. വായിൽ നിന്ന് അതിപ്പോ നടക്കുന്നു തോന്നുന്നില്ല, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ സാധ്യത കുറവാ, അങ്ങനെ അഭിപ്രായം പറയരുത്. ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ ദൈവിക വ്യവസ്ഥ 6 ദിവസം ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണം, ഈ പട്ടണത്തെ ചുറ്റണം. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റനന്തരം ആർപ്പിടണം. ഇതാണ് വ്യവസ്ഥ. ഓരോ ദിവസവും ചുറ്റിക്കഴിഞ്ഞ് നമ്മളായിരുന്നെങ്കിൽ ഇതിപ്പോ നടക്കുന്നൊന്നും തോന്നുന്നില്ല, എന്നാലും യോശുവ പറഞ്ഞതല്ലേ, നമുക്കങ്ങ് പോകാം. കാരണം ഇത്രയും വലിയ മതില് ഈ വട്ടം കറങ്ങിയത് കൊണ്ട് പോകുമോ? സ്തോത്രം. അത് നടക്കാൻ സാധ്യതയില്ല. നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞതിന് 2 കാര്യം. എന്നാൽ അവരോട് ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കുവാൻ അവർ ഹല്ലേലൂയ സന്നദ്ധരായിരുന്നു. ആമേൻ. സ്തോത്രം. അത് നടക്കുന്നവർ ചില്ലറക്കാരല്ല, എല്ലാവരും ആ ഇസ്രായേൽ ഗോത്രങ്ങളിലെ യോഗ്യന്മാരാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രതിനിധിയായിട്ട് നിലകൊള്ളുന്നവരാണ്. അവർ വിശ്വസ്തയോടുകൂടെ 6 ദിവസം ഓരോ പ്രാവശ്യം ചുറ്റി ഭവനങ്ങളിൽ കൂടാരങ്ങളിൽ മടങ്ങി വന്ന് വിശ്രമിച്ചു. 7-ാം ദിവസം അതിരാവിലെ എഴുന്നേറ്റ് അതികാലത്തെ എഴുന്നേറ്റ് 7 പ്രാവശ്യം ചുറ്റി ആർപ്പിടുവാൻ യോശുവ പറഞ്ഞപ്പോൾ ആർപ്പിടുവാനിടയായി അസാധ്യമെന്ന് തോന്നിയതായ എരിഹോ പട്ടണം, എരിഹോ മതിൽ അവർക്ക് മുൻപിൽ അട്ടിയറ പറഞ്ഞു. ഇവിടെ നിന്നുകൊണ്ടൊരു ആത്മീക ദൂത് വിളിച്ചു പറയാം. ദൈവമേ, നിനക്കെതിരെ നിൽക്കുന്ന ശത്രു അതെത്ര ശക്തരാകട്ടെ, എത്ര അസാധ്യമെന്ന് നിനക്ക് തോന്നട്ടെ, എന്നാൽ നീ വചനത്തോട് ചേർന്ന് നിന്നാൽ നിന്നെ വിളിച്ചവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആദർശനായ ദൈവത്തിന്റെ കരമുണ്ട്. ഇത് ഇടിഞ്ഞു വീണിരുന്നുവെങ്കിൽ ഈ കല്ലിന്റെ മുകളിൽ കൂടെ അവർക്ക് പോകാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ മതിൽ അങ്ങനെ തന്നെ താഴേക്ക് താഴുവാനിടയായി. സ്തോത്രം. ഒരു ഭവനം മാത്രം ഇടിഞ്ഞില്ല. റാഹാബ് എന്ന ആ സഹോദരിയുടെ ഭവനം
ദേശമൊറ്റു നോക്കുവാൻ ചെന്നതായ വ്യക്തികളെ കൈക്കൊണ്ട ആ ഭവനം എന്തു ചെയ്തു? ഇടിഞ്ഞു പോകാതെ ശേഷിച്ചു. എന്റെ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാ! അർഹതയില്ലാത്തവളാ, എന്നാൽ ഹല്ലേലൂയ ഒറ്റുകാരെ കൈക്കൊണ്ടു എന്ന ഏക കാരണത്താൽ, ഹല്ലേലൂയ അവരോട് കരുണ കാണിച്ചെന്ന ഏക കാരണത്താൽ, ഹല്ലേലൂയ അവൾക്ക് വേണ്ടി ദൈവകരം അനുകൂലമായി ചലിച്ചു. അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഒരു ദൂത് വിളിച്ചു പറയാ, എത്ര പ്രയാസമായ സാഹചര്യത്തിലൂടെ നീ പോയാലോ, ഹല്ലേലൂയ അവസരം ലഭിക്കുമ്പോ ഓടിക്കയറുവാൻ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്റെ ചിത്രം മാറ്റുന്ന ദൈവമാണ്. സ്തോത്രം. പിൻകാലത്ത് വംശാവലി രേഖപ്പെടുത്തിയപ്പോൾ യേശുവിന്റെ വംശാവലിയിൽ അവൾ കയറിക്കൂടി. ആര് കയറിക്കൂടി? ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത വ്യക്തിത്വം വംശാവലിക്കകത്ത് കയറിക്കൂടിയെന്ന് ലോകം തള്ളി എഴുതിയതാ, തള്ളിക്കളഞ്ഞതാ, പുറംപറമ്പിലിട്ടതാ, ചവിട്ടിക്കൂട്ടിയതാ. എന്നാൽ ചരിത്രത്തെ തിരുത്തി കുറിച്ച ഒരു ദൈവത്തിന്റെ കര എന്നെ കേൾക്കുന്ന ദൈവമേ, നീ വിശ്വസ്തയോടെ നിൽക്കാം, വിശ്വസ്തയോടെ നിൽക്കാം. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. അത് നീ ചിന്തിക്കുന്നത് പോലെ നടന്നുകൊള്ളണമെന്നില്ല. സ്തോത്രം. നിന്റെ ചിന്തകൾക്കപ്പുറമായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി. നിന്റെ കണക്കുകൂട്ടലുകൾക്ക് വ്യത്യസ്തമായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്ര. അനുസരിക്കുവാൻ മാത്രം വിധേയപ്പെട്ടവരാണ് നമ്മൾ. ദൈവം പറയുന്നത് അനുസരിക്കുവാൻ മാത്രം കടപ്പെട്ടവരാണ് നമ്മൾ. അതനുസരിക്കുവാൻ നീ തയ്യാറായാൽ, എന്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ അവസ്ഥകൾക്ക് ആത്മീകമായും ശാരീരികമായും ഭൗതികമായും മാറ്റം കൽപ്പിച്ചാക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. തുടർന്നും ഈ ചിന്തയുമായി നമുക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത. ദൈവാലോചന പോലെ ആലോചന പറഞ്ഞിരുന്നതാണ് അഹിതോഫേൽ. തെറ്റ് കണ്ടിട്ട് അവിടെ നിന്നും മാറുവാൻ അവൻ ആഗ്രഹിച്ചില്ല. സ്തോത്രം. തെറ്റിനെന്ത് ചെയ്തു? അവൻ കൂട്ടുനിന്നു. അതുകൊണ്ട് എന്തുണ്ടായി? അവൻ പട്ടുപോകുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അതിന് പണിയൊരുക്കിയ വ്യക്തിയും എന്ത് ചെയ്തു? പട്ടുപോയി. ഇവിടെ നോക്ക്, യോശുവ വസ്ത്രം കീറി കിടക്കുകയാ. യോശുവേ, നീ എന്തിനാ വസ്ത്രം കീറി കിടക്കുന്നേ? അവനോട് പറഞ്ഞിരുന്നു, എരികോ ശപഥാർപ്പിത വസ്തുക്കളാണ്, അതിൽ നിന്നാരും ഒന്നും എടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരുവൻ ആഹാൻ അത് കണ്ട് മോഹിച്ച് വെള്ളിയും ഒരു ജോഡി വസ്ത്രവും എടുത്ത് കൂടാരത്തിൽ ഒളിച്ചു വെച്ചു. തിരിച്ചൊരു പട്ടണം പിടിക്കുവാൻ പോകുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ മനുഷ്യനോട് ആലോചന ചോദിച്ചു. മാനുഷിക ആലോചനയ്ക്ക് വിധേയപ്പെട്ട് യോശുവ മുൻപോട്ട് ആളുകളെ പറഞ്ഞു വിട്ടപ്പോൾ ഹായ് പട്ടണത്തിന്റെ മുൻപിൽ പരാജയപ്പെടുവാനിടയായി. സ്തോത്രം. അസാധ്യമെന്ന് തോന്നിയ എരിഹോ പിടിച്ചടക്കിയ യോശുവയും കൂട്ടരും ഒരു കൊച്ചു രാജ്യത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ട് കിടക്കുമ്പോൾ അവൻ വീണ് കിടന്ന് നിലവിളിക്കുകയാ. ദൈവം പറഞ്ഞു, മോനെ, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുകയാ. അത് നിങ്ങളിൽ നിന്ന് നീക്കാത്തിടത്തോളം കാലം എനിക്ക് നിങ്ങളോട് കൂടെ ഇരിപ്പാൻ കഴിയില്ല. സ്തോത്രം.
ദൈവശബ്ദം കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല, അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സ്തോത്ര. യോശുവ മറന്നുപോയി ദൈവശബ്ദം കേട്ടത്. ഹല്ലേലൂയ. അവനോട് വളരെ കൃത്യമായി പറഞ്ഞു, ശപഥാർപ്പിത വസ്തുക്കൾ എന്തെങ്കിലും ഒന്ന് എടുത്താൽ എനിക്ക് നിങ്ങളോട് കൂടെ ഇരിപ്പാൻ കഴിയുകയില്ല, നിങ്ങൾ പട്ടുപോകും എന്ന് പറഞ്ഞത് അവൻ മറന്നുപോയി. പലപ്പോഴും നമ്മൾ ദൂത് കേൾക്കും, പക്ഷെ അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കില്ല, അത് ഹൃദയത്തിൽ വേണ്ടതുപോലെ സംഗ്രഹിക്കില്ല. ഒരു വിഷയത്തിന്റെ മുൻപിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം ദൈവശബ്ദത്തിന് വിധേയപ്പെടാത്തതെന്ന് ഇന്ന് പകലിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാ. എന്നാൽ ഹല്ലേലൂയ, ദൈവവചനത്തോട് ചേർന്ന് നീ യാത്ര ചെയ്താൽ ഒരുപക്ഷെ അല്പതാമസം എന്ന് തോന്നാം, എന്നാൽ അതിന്റെ മധ്യത്തിലും എൻ്റെ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ചലിപ്പിക്കുവാൻ പ്രവൃത്തിയായി വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവനാ. ദൈവം പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ അത് യോഗ്യമായിട്ടായിരിക്കും. എരികോ പട്ടണത്തിന് ചുറ്റോ ഹല്ലേലൂയ ഓരോ പ്രാവശ്യം അവർ ചുറ്റി നടന്ന് കൂടാരങ്ങളിൽ വന്നിരിക്കുമ്പോൾ വല്ലത് സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. 7-ാം ദിനം ഹല്ലേലൂയ 7 പ്രാവശ്യം ചുറ്റി. ആർപ്പിടുവിനെന്ന് യോശുവ പറഞ്ഞ് ആർപ്പിട്ടപ്പോൾ മതിൽ വീഴുവാൻ ഇടയായി. ദൈവിക വ്യവസ്ഥയുടെ പ്രാധാന്യത ഇന്ന് പകൽ നാം ആരും മറന്നു പോകരുത്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിനെ മറ്റൊരു വിധത്തിൽ ആർക്കും തിരുത്തുവാൻ കഴിയില്ല. അതിനെ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. അവന്റെ വായിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടാൽ അതതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ മടങ്ങി വരൂ. അത് ഏതിനു വേണ്ടിയാണ് ആ ശബ്ദം പുറപ്പെട്ടത്? അതതിന്റെ പദ്ധതി നിറവേറ്റി മടങ്ങി വരും. ദൈവസന്നിധിയിൽ ഇന്ന് പകൽ നമ്മെ സമർപ്പിക്കാം. പത്രോസേ, നീ എനിക്ക് ഇടർച്ചയായുള്ളതാണ് ചിന്തിക്കുന്നത്. നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതാണ് നീ ചിന്തിച്ചത്. ചിന്തകൾ മാറരുത്. ആത്മചിന്തയ്ക്ക് വിധേയപ്പെട്ട് മുൻപോട്ട് പോകുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ആത്മാവിന്റെ പ്രത്യേകതകൾ തുടർന്നും നമുക്ക് ചിന്തിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കരുണയുള്ള പിതാവേ, മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്ര, വചനത്തിന്റെ സാന്നിധ്യത്തിനായി സ്തോത്ര, വചനത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തുവാൻ ശക്തനാകിയാൽ സ്തോത്രം. ആ പ്രവൃത്തി ഞങ്ങൾ കാണട്ടെ, ആ പ്രവൃത്തിയുടെ മഹത്വം ഞങ്ങൾ അറിവാൻ ഇടയാകട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തെടുക്കും കൃപയ്ക്ക് നന്ദി പറയുകയാ. ദൈവമഹത്വം കണ്ട് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ സഹായിക്കും. ദൈവിക പദ്ധതിക്കെതിരെ നിൽക്കുന്ന സകല അന്ധകാര ശക്തിയും അതിന്റെ പ്രവർത്തികളും തകരട്ടെ. ശത്രുവായവൻ വട്ടം കൂട്ടുന്ന വട്ടം കൂട്ടലുകൾ, അതതിന്റെ പ്രവർത്തികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തകരട്ടെ. പന്നപിശാചേ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് നിന്നോട് കൽപ്പിക്കുകയാ, നിന്റെ പദ്ധതികൾക്ക് വിരാമമിട്ട മാറിപ്പോകുവാൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുകയാ. നിനക്ക് എന്റെ കർത്താവിനെ ജയിപ്പാൻ കഴിയില്ല പിശാചേ. നിന്റെ ആയുധങ്ങളെ അടിയറപ്പിച്ചവനാ എന്റെ വീണ്ടെടുപ്പുകാരൻ, സഭയുടെ ഉടമസ്ഥൻ എന്റെ കർത്താവാ. അത് നിന്റെ തലയെ തകർത്തവനാ, നിന്റെ പദ്ധതിയെ തച്ചുടച്ചവനാ, നിന്റെ സകല ആയുധങ്ങളെയും അടിയറപ്പിച്ച് ജയോത്സവം മുടക്കിയവനാ. ആ കർത്താവിനെ മറികടക്കുവാൻ നിനക്ക് കഴിയില്ല. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവിക പ്രവൃത്തിയും ദൈവമഹത്വവും കാണുവാൻ കർത്താവ് സഹായിക്കും. അരുമനാഥൻ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.